ഹായ് എവ്രിവൺ, എൻ്റെ പേര് ദേവനന്ദ PV. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ചാപ്റ്റർ ഏതാ? എക്സ്ക്രീഷൻ ആൻഡ് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദർ എലിമിനേഷൻ ആണ്. അപ്പം നമ്മൾ അതിൽ സ്റ്റാർട്ടിങ്ങിൽ എന്താ നോക്കി? പല ടൈപ്പ് ഓഫ് എക്സ്ക്രീറ്ററി ഓർഗൻസ്, ഈ പല അനിമൽസിലുള്ള എക്സ്ക്രീറ്ററി ഓർഗൻസ്, പിന്നെ നൈട്രോജനസ് വേസ്റ്റിന്റെ ടൈപ്പ്, പിന്നെ അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. എമോണോട്ടേലിക്, യൂറിയോട്ടേലിക്, യൂറിക്കോട്ടേലിക് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം തുടങ്ങി. അതിൽ മറ്റേ മോർഫോളജി ആയിട്ട് മറ്റേ അവരുടെ സ്ട്രക്ചേഴ്സ് പഠിച്ചു നമ്മൾ. പിന്നെ കിഡ്നിയുടെ എന്താ പറയുക, ഫങ്ഷണൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ആയ നെഫ്രോൺ പഠിച്ചു, ടൈപ്സ് ഓഫ് നെഫ്രോൺ പഠിച്ചു, പാർട്സ് ഓഫ് നെഫ്രോൺ പഠിച്ചു. പിന്നെന്താ ഈ യൂറിയ സൈക്കിളും പഠിച്ചു. ഇനി നമുക്ക് എന്താ എല്ലാം നമ്മൾ സ്ട്രക്ചർ പഠിച്ചു. ഇനി നമുക്ക് ഇതിന്റെ ഫിസിയോളജി അല്ല പഠിക്കുന്നത്. അതായത് ഈ യൂറിൻ എങ്ങനെ ഫോം ചെയ്യണമെന്നാണ് നമുക്ക് പഠിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ യൂറിൻ ഫോർമേഷൻ എന്താ 3 സ്റ്റെപ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. യൂറിൻ ഫോർമേഷന് എന്താ 3 സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്താ? ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, പിന്നെ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, പിന്നെ ട്യൂബുലാർ സെക്രീഷൻ. ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ, പിന്നെന്താ ഫിൽട്രേഷൻ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, പിന്നെ ട്യൂബുലാർ സെക്രീഷൻ. ഓക്കെ. ഇനി അപ്പൊ നമുക്ക് ഏറ്റവും ആദ്യം ഗ്ലോമറുലാർ എന്താ പറയാ ഫിൽട്രേഷൻ പഠിക്കാം. അതായത് അൾട്രാ ഫിൽട്രേഷൻ. അതായത് ബ്ലഡ് എഫറന്റ് ആർട്ടീരിയോൾ വഴി നമ്മൾ ഗ്ലോമറുലസിലെത്തും. അപ്പോൾ ഒരു ആവറേജിൽ എത്ര 1.1 to 1.2 ലിറ്റർ ഓഫ് ബ്ലഡ് ആണ് നമ്മളുടെ 2 കിഡ്നി 1 മിനിറ്റിൽ ഫിൽട്ടർ ചെയ്യണം. അതായത് നമ്മളുടെ റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളിനും 1 മിനിറ്റിൽ നിന്ന് വരുന്നതിന്റെ 1/5 കാർഡിയാക് ഔട്ട്പുട്ടിന്റെ 1/5 ആണ് നമ്മളുടെ കിഡ്നി ഫിൽട്ടർ ചെയ്യണം. അതെത്രയാ? നമുക്കപ്പോ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ആണ് നോക്കുന്നത്. ഫിൽട്രേഷൻ അബൌട്ട് 1/5 ആണ് ഫിൽട്ടർ ചെയ്യണം. 1/5 ഓഫ് കാർഡിയാക് ഔട്ട്പുട്ട്. മനസ്സിലായില്ല? അതിന്റെ എത്ര 1100 ml to 1200 ml per minute. ഓക്കെ. ഇനി ഗ്ലോമറുലർ ഫിൽട്രേഷനിൽ എന്തൊക്കെയാണ് നടക്കണേന്ന് നമുക്ക് പഠിക്കണം. ഓക്കെ. അപ്പോ ബ്ലഡ് എഫറന്റ് ആർട്ടീരിയോൾ വഴി ഗ്ലോമറുലർ കാപ്പിലറീസിലെത്തി. ഇനി ഇതൊരു ആക്ച്വലി കുറച്ച് ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ചെയ്യും എങ്ങനെ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന. അതായത് ഈ ഒരു പ്രഷർ ഉണ്ട്, അതിന് ഗ്ലോമറുലർ കാപ്പിലറിയുടെ ഉള്ളിലെ പ്രഷർ, അതിനെയാണ് നമ്മൾ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത്. ആ പ്രഷർ അത് ആക്ച്വലി നമ്മൾ ഡയമീറ്റർ ഡിഫറൻസ് ഉണ്ട്. ഗ്ലോമറുലർ കാപ്പിലറീസും എഫറന്റ് റീനൽ ആർട്ടീരിയോൾസും നമ്മൾ ഡയമീറ്റർ വ്യത്യാസമുണ്ട്. അതായത് എഫറന്റ് ആർട്ടീരിയോൾ ഇത്തിരി വൈഡ് ആണ്, ഗ്ലോമറുലർ കാപ്പിലറീസ് അതെ ഇത്ര മൈന്യൂട്ട് ആയിട്ട് ചെറുതാണ്. അപ്പൊ അത് കാരണം ആ പ്രഷർ ഡിഫറൻസ് കാരണം പെട്ടെന്ന് ബ്ലഡ് ഫ്ലോ ചെയ്യും ഇതിൽ കൂടെ. ഓക്കെ. ഇനി അപ്പൊ പ്രഷർ കാരണം നമ്മളുടെ ബ്ലഡ് എത്തി. ഇനി നമ്മളുടെ ബ്ലഡ് പ്രഷർ ഈ ഗ്ലോമറുലാർ ബ്ലഡിൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 60 mmHg. അതായത് നമ്മളുടെ അയോർട്ടയിലുള്ള ബ്ലഡ് പ്രഷർ അതല്ല നമ്മൾ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയണം. അതേപോലെ ബ്ലഡ് പ്രഷർ ഗ്ലോമറുലസിലും കാണും. അപ്പൊ ഗ്ലോമറുലാർ ബ്ലഡ് പ്രഷർ ആണ് 60 mmHg. അതിനെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്നും പറയും. ഗ്ലോമറുലാർ ബ്ലഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അതെത്ര? അപ്രോക്സിമേറ്റ്ലി 60 mmHg. ഇനി ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഉണ്ട്. അതായത് നമ്മളുടെ ഗ്ലോമറുലർ ബ്ലഡിൽ പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ പ്രോട്ടീൻ ഉള്ള എല്ലാ സ്ഥലത്തും ഒരു ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ലേ? അപ്പൊ അതിനെയാണ് നമ്മൾ ഓസ്മോട്ടിക് പ്രഷർ. ഇപ്പൊ ബ്ലഡ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ അതെത്രയാ? ബ്ലഡ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ അപ്രോക്സിമേറ്റ്ലി 32 mmHg ആണ്. മനസ്സിലായല്ലോ? ബ്ലഡ് കൊളോയിഡ് ഓസ്മോട്ടിക് പ്രഷർ പിന്നെ ഗ്ലോമറുലാർ ബ്ലഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആയി. ഇനി
ഇനി നമ്മളുടെ ഫിൽട്രേറ്റ് ഇതേ ബോമാൻസ് ക്യാപ്സ്യൂളിന്റെ ഫിൽട്രേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അതിനെയാണ് എന്ത് പറയണത്, നമ്മളുടെ ഇഫക്റ്റീവ് ഫിൽട്രേഷൻ പ്രഷർ. അല്ലെങ്കിൽ അതിനെന്ത് പറയും, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ പ്രഷറാണ് ഇഫക്റ്റീവ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ പ്രഷർ. അപ്പോൾ ഇഫക്റ്റീവ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ പ്രഷർ എത്രയാ, അത് ഈക്വൽ ടു നമ്മൾ ഗ്ലോമറുലാർ ബ്ലഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ മൈനസ് ബ്ലഡ് കൊളോയിഡൽ ഓസ്മോട്ടിക് പ്രഷർ മൈനസ് നമ്മളുടെ എന്ത് 18 mmHg എന്ന പ്രഷർ എക്സേർട്ടഡ് ബൈ എന്താ ബോമാൻസ് ക്യാപ്സ്യൂൾ ആണ് എഗെയിൻസ്റ്റ് ദ ഫിൽട്രേഷൻ. ഓക്കെ, ഇനി നമ്മളുടെ ബ്ലഡ് ഗ്ലോമറുലാർ കാപ്പിലറീസ് ബോമാൻസ് ക്യാപ്സ്യൂൾ എത്തുമ്പോൾ 4 ലെയേഴ്സ് ഉണ്ട്. അതായത് ഈ എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലാർ ബ്ലഡ് വെസൽസ് കാണും, പിന്നെ ഒരു ബേസ്മെന്റ് മെംബ്രെയിൻ കാണും, പിന്നെന്താ ഈ ഇന്നർ വാൾ ഓഫ് എന്താ ബോമാൻസ് ക്യാപ്സ്യൂൾ, അതായത് എപ്പിത്തീലിയം. അപ്പോ എൻഡോത്തീലിയം ഓഫ് ഗ്ലോമറുലാർ കാപ്പിലറീസ്, പിന്നെന്താ ബേസ്മെന്റ് മെംബ്രെയിൻ ഓഫ് ബ്ലഡ് വെസൽസ്, പിന്നെയോ ബേസ്മെന്റ് മെംബ്രെയിൻ ഓഫ് എന്താ നമ്മളുടെ വിസറൽ ലെയർ ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂൾ, പിന്നെ ഇന്നർ വാൾ ഓഫ് വിസറൽ ലെയർ അതായത് എപ്പിത്തീലിയം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിൽട്രേഷൻ മെംബ്രെയിൻ. ഓക്കെ, ഇനി നമ്മളുടെ എൻഡോത്തീലിയം എന്താ, ഈ എൻഡോത്തീലിയത്തിൽ കുറച്ച് ഫെനിസ്ട്രേഷൻസ് ഉണ്ട്. അതേപോലെ എപ്പിത്തീലിയം ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂളിലും കുറച്ച് എന്താ സെൽസ് ഉണ്ട്, പോഡോസൈറ്റ്സ്. ഈ പോഡോസൈറ്റ്സിന്റെ ഇടയിലാണ് ഈ സ്ലിറ്റ് അല്ലെങ്കിൽ പോർ ഉണ്ടാവുക. ഈ സ്ലിറ്റും അല്ലെങ്കിൽ പോറിന്റെ സീവ് പോലെ അതിന്റെ ഇടയിൽ കൂടെയാണ് നമ്മളുടെ എന്താ ഫിൽട്രേറ്റ് പോണത്. അപ്പോ ഇത് ചെറുതല്ലേ ഫിൽട്ടർ പോറ്, അപ്പൊ അത് കാരണം ഇത് എപ്പോഴും സ്മോൾ സൈസ്ഡ് പാർട്ടിക്കിൾസിനെ മാത്രമേ കടത്തി വിടുള്ളൂ. അപ്പൊ അതായത് അതുപോലെ പിന്നെന്താ പ്രോട്ടീൻ ഭയങ്കര വലുതാണ്, പ്രോട്ടീൻ അവരെന്താ കടത്തി വിടില്ല. മനസ്സിലായല്ലോ? ഇനി അപ്പൊ ബ്ലഡ് കമ്പോണൻസ് എന്താ സ്മോളർ ദാൻ സ്ലിറ്റ് പോർസ് ആണ്. അതായത് എല്ലാ പ്ലാസ്മാറ്റിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഉണ്ടാവും എക്സെപ്റ്റ് ഫോർ എന്താ ലാർജർ പ്രോട്ടീൻസ്. അതിനെയാണ് അവരെന്താ ഈ എൻഡോത്തീലിയൽ ഫെനിസ്ട്രേഷൻ ബേസ്മെന്റ് മെംബ്രെയിൻ വഴി പിന്നെ ഫിൽട്രേഷൻ സ്ലിറ്റ്സ് ഓഫ് പോഡോസൈറ്റ്സ് വഴി എന്താ നമ്മളുടെ ഫിൽട്രേറ്റ് ആവണം. അതാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. അപ്പൊ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ എന്തൊക്കെ ഉണ്ടാവും ആലോചിക്കാം. വെള്ളം ഉണ്ടാവും, 15-25% വെള്ളം ഉണ്ടാവും, പിന്നെ സൊല്യൂട്ട്സ് ഉണ്ടാവും, പിന്നെ ബ്ലഡ് പ്ലാസ്മയിലുള്ള സൊല്യൂട്ട്സ് ആയ യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിനിൻ, ഗ്ലൂക്കോസ്, സോഡിയം, പൊട്ടാഷ്യം, അമിനോ ആസിഡ്സ്. പിന്നെ ഇത് കടത്തി വിടാത്തത് എന്തൊക്കെയാണെന്നറിയോ, ഈ ലാർജ് സൈസ് പാർട്ടിക്കിൾസ് ആയ നമ്മളുടെ ഫാറ്റ്, പ്രോട്ടീൻ, പ്ലേറ്റ്ലെറ്റ് അല്ലെങ്കിൽ ല്യൂക്കോസൈറ്റ് അല്ലെങ്കിൽ എരിത്രോസൈറ്റ്സ്. അതായത് ഈ ഫാറ്റ്, പ്രോട്ടീൻ, ല്യൂക്കോസൈറ്റ്, എരിത്രോസൈറ്റ്, പ്ലേറ്റ്ലെറ്റ്, ബ്ലഡ്, RBC. അപ്പൊ ഇതൊക്കെ കടന്നു വന്ന് നമ്മൾ യൂറിനിൽ കാണുകയാണെങ്കിൽ അതിന്റെ അകത്ത് എന്താ നമ്മൾ ഗ്ലോമറുലസിൽ എന്തോ ഡിഫക്റ്റ് ഉണ്ട്. ആ ഡിഫക്റ്റ് കാരണമാണ് ഇത് വരുന്നത്, കാരണം നോർമലി കടത്തി വിടില്ല. അപ്പോ നമ്മളുടെ അഡൽട്ട് ഹ്യൂമൻ ബീങ്സിലെ അപ്രോക്സിമേറ്റ്ലി 125 ml ഓഫ് എന്താ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫോം ചെയ്യും കിഡ്നിയിൽ പെർ മിനിറ്റ്. അതായത് 180 liters പെർ ഡേ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയണ GFR എന്ന് പറയുന്ന ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ഓക്കെ, ഈ GFR ആണ് നമ്മുടെ ആക്ച്വലി ബ്ലഡ് പ്രഷർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് നമ്മുടെ ബോഡിയിലെ പ്രഷർ കൂടി, ബ്ലഡ് പ്രഷർ കൂടിയാന്ന് വെച്ചാൽ എന്താ, നമ്മളുടെ ബ്ലഡ് ഫ്ലോ കൂടുക ഗ്ലോമറുലസിൽ. അപ്പൊ ബ്ലഡ് ഫ്ലോ ഗ്ലോമറുലസിൽ കൂടെ കൂടുതൽ ഫിൽട്രേറ്റ് ഉണ്ടാവും. അപ്പൊ എന്തുണ്ടാവും, നമ്മളുടെ എഫറന്റ് ആർട്ടീരിയോൾ സ്ട്രെച്ച് ആവും. അപ്പൊ എന്തുണ്ടാവും, നമ്മളുടെ ഫിൽട്രേഷനും കൂടും. മനസ്സിലായല്ലോ? ഇനി ഗ്ലോമറുലാർ ഫിൽട്രേഷൻ കഴിഞ്ഞു. ഇനി പഠിക്കേണ്ട എന്താ, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ. ഇപ്പൊ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താ, ഞാൻ പറഞ്ഞു 180 liters പെർ ഡേ ഫിൽട്ടർ ആവുന്നുണ്ട് ഒരു ദിവസം ഒരു ഹ്യൂമൻ ബോഡിയിൽ. പക്ഷെ നമ്മളുടെ ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ എത്ര ലിറ്റർ മൂത്രം ഒഴിക്കുന്ന അറിയോ, ജസ്റ്റ് 1.5 liter. അപ്പൊ ബാക്കിയുള്ള നമ്മൾ ഫിൽട്രേറ്റ് എവിടെ പോയി നിങ്ങൾ ആലോചിക്കുക. അപ്പൊ അത് ബോഡിയിൽ റീഅബ്സോർബ് ആയി എന്നല്ല അർത്ഥം. അപ്പൊ അതാണ് 99% ഓഫ് എന്താ GFR ആക്ച്വലി എന്താ റീഅബ്സോർബ് ആവും ബോഡിയുടെ ഉള്ളിലേക്ക്.
ഈ റീഅബ്സോർപ്ഷൻ ആക്ച്വലി എല്ലാ റീനൽ ട്യൂബ്യൂൾസിന്റെ പാർട്സിലും കാണും, അതായത് PCT എക്സെപ്റ്റ് ഫോർ എന്നിട്ട് നമ്മളുടെ മാൽപീജിയൻ കോർപ്പസ്, ബാക്കി എല്ലാ പാർട്സ് അതായത് എന്താ PCT, ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസ്റ്റൽ കോൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, കളക്ടിങ് ട്യൂബ്യൂൾ, ഇതിലാണ് എന്ത് റീഅബ്സോർപ്ഷൻ നടക്കുക. അപ്പൊ നമുക്ക് PCTയിലുള്ള റീഅബ്സോർപ്ഷൻ എങ്ങനെയാണെന്ന് പറയാം. അപ്പൊ PCT ആണ് ആക്ച്വലി എന്ത് മേജർ സൈറ്റ് ഓഫ് റീഅബ്സോർപ്ഷൻ PCT ആണ്. അതായത് 70 to 80% ഓഫ് ഇലക്ട്രോലൈറ്റ്സും വെള്ളവും എന്താ PCTയിലാണ് റീഅബ്സോർബ് ചെയ്യണം. ഇത് കാരണം എന്താ, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയൽ സെൽസ് വിത്ത് അബൻഡന്റ് മൈറ്റോകോൺഡ്രിയ ആൻഡ് മൈക്രോവില്ലൈ. അതായത് PCTയില് എപ്പിത്തീലിയൽ ലൈനിങ്, ക്യൂബോയിഡൽ എപ്പിത്തീലിയം വിത്ത് എന്താ വില്ലൈ ഉണ്ടാവും, മൈറ്റോകോൺഡ്രിയ, മൈക്രോവില്ലൈ എല്ലാം കാണും. അപ്പൊ അതെന്ത് ചെയ്യും, ഇറ്റ് ഇൻക്രീസ് അബ്സോർപ്റ്റീവ് സർഫസ് ഓഫ് എന്താ PCT. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോ 70 to 80% ഇലക്ട്രോലൈറ്റ്സും വാട്ടറും എന്താ റീഅബ്സോർബ് ആയി PCTയിലും. ഇനി അതിന്റെ കാരണം ഞാൻ പറഞ്ഞു. അപ്പൊ എന്തൊക്കെ റീഅബ്സോർബ് ആവുമെന്ന് വിചാരിക്കും, നമുക്ക് നോക്കാം. ഞാൻ വെള്ളവും ഇതൊക്കെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ എന്താ പാസീവ്ലി റീഅബ്സോർബ് ആവും, അതിന് വലിയ ട്രാൻസ്പോർട്ടേഴ്സ് ആവശ്യമില്ല. പക്ഷെ ചില ന്യൂട്രിയൻസ് ആയി ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം ഒക്കെ എന്താ അത് ആക്ച്വലി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി റീഅബ്സോർബ് ചെയ്യണം. ഇനി ഈ PCTയിൽ തന്നെ ഈ സമയത്ത് എന്താവും, ഈ H+ അയോൺസും അമോണിയ എന്താ ഈ ഫിൽട്രേറ്റിലേക്ക് സെക്രീറ്റ് ചെയ്യും നമ്മുടെ ബ്ലഡിൽ നിന്ന്. അപ്പൊ അതിനാണ് എന്താ ഇത് കാരണമാണ് നമ്മളുടെ H+ ഒക്കെ സെക്രീറ്റ് ചെയ്യണ കാരണം നമ്മൾ pHഉം നമ്മളുടെ അയോണിക് ബാലൻസ് ഓഫ് ബോഡി ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് എന്താ ഈ H+ ഒക്കെ സെക്രീറ്റ് ചെയ്യണം ഫിൽട്രേറ്റിൽ. അതായത് ബോഡിയിൽ നമ്മൾ അസിഡോസിസ് ആവുക, അതായത് H+ കൂടുകയാണെങ്കിൽ കൂടുതൽ H+ നമ്മൾ ഫിൽട്രേറ്റിൽ സെക്രീറ്റ് ചെയ്താൽ നമുക്കത് യൂറിനിൽ എക്സ്ക്രീറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഏതൊക്കെ റീഅബ്സോർബ് ചെയ്യും, ഏതൊക്കെ സെലക്റ്റീവ്ലി സെക്രീറ്റ് ചെയ്യും, അത് ആലോചിച്ച് വെക്കാം. ഇനി നമ്മൾ PCTന്ന് പിന്നെ എവിടെ എത്തുന്നു, നമ്മൾ ലൂപ്പ് ഓഫ് ഹെൻലി. ദേ ഈ ഡയഗ്രാം നോക്കൂ. PCTയിൽ എന്തൊക്കെ റീഅബ്സോർബ് ആയി, ഇത് നമ്മളുടെ കിഡ്നിയുടെ കോർട്ടെക്സ്, മെഡുല്ല, പിന്നെ ഇതാണ് ഗ്ലോമറൂലസ് ഫിൽട്ടർ വന്നു. ഇനി ഇത് ഇതിൽ കൂടെ പോവാണ്. ഇനി ഇതിലേക്ക് ഇതാണ് നമ്മുടെ ബ്ലഡ്. ഓക്കെ, അതിലേക്ക് എന്തൊക്കെ വലിച്ചെടുക്കും, വെള്ളവും ന്യൂട്രിയൻസ്, പൊട്ടാഷ്യം, സോഡിയം ക്ലോറൈഡ് ഒക്കെ വലിച്ചെടുക്കും. പക്ഷെ ബ്ലഡ് ഈ ഫിൽട്രേറ്റിലേക്ക് എന്ത് ചെയ്യും, കുറച്ച് H+ഉം അമോണിയയും എന്താ സെക്രീറ്റ് ചെയ്യും. എന്നിട്ടാണ് അവർ എവിടേക്ക് വരുന്നത്, നമ്മൾ ഡിസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി, അതായത് ഡിസെൻഡിങ് ലിംബ് ഓഫ് ലൂപ്പ് ഓഫ് ഹെൻലിക്ക് വരും. അപ്പൊ ഡിസെൻഡിങ് ലിംബിൽ എന്താ, അത് ആക്ച്വലി എന്താ തിന്നാണ് ഡിസെൻഡിങ് ലിംബ്. അതായത് നോക്കിയേ, ഇത് തിന്ന്, ഈ ഭാഗം അസെൻഡിങ് ലിംബ് തിക്കാണ്. അപ്പൊ ഇത് ഒരു കാര്യം ആലോചിച്ച് വെക്കണം, ഈ തിക്ക് സെഗ്മെന്റ് എന്താ നിയർലി ഇംപെർമിയബിൾ ആണ്. അതായത് തിൻ സെഗ്മെന്റ് എന്താ ഈ വെള്ളത്തിലും ഭയങ്കര പെർമിയബിൾ ആണ്, പക്ഷെ ഇലക്ട്രോലൈറ്റ്സിന് ഇംപെർമിയബിൾ ആണ്. അത് കാരണം എന്താ, വെള്ളം പെർമിയബിൾ ആയതുകൊണ്ട് ഈ സെഗ്മെന്റിലാണ് എന്താ വെള്ളം ലൂസ് ആവണം. കണ്ട, ഈ തിന്നില് നമ്മളുടെ വാട്ടർ സോല്യൂബിൾ സാധനങ്ങൾ ഫുൾ റീഅബ്സോർബ് ആവും, പക്ഷെ തിക്കിൽ എന്താ വെള്ളം റീഅബ്സോർബ് ആവില്ല, പക്ഷെ ഇലക്ട്രോലൈറ്റ്സ് ആണ് റീഅബ്സോർബ് ആവുക. ഓക്കെ. ഇനി അസെൻഡിങ് ലിംബ് ഞാൻ പറഞ്ഞു എന്താ, ഇറ്റ് ഇസ് അപ്പൊ ഇത് കാരണം ഇതിൽ കുറെ വെള്ളം ലൂസ് ചെയ്യില്ലേ, ഇത് ഇവിടെ വരുമ്പോഴേക്കും കുറെ വെള്ളം ലൂസ് ചെയ്യും. അപ്പൊ അത് കാരണം എന്തുണ്ടാവും, ഈ ഫിൽട്രേറ്റ് എന്താവും ഹൈപ്പർടോണിക് ആവും, കാരണം ഇതിലുള്ള സോഡിയം ക്ലോറൈഡിന്റെ കോൺസെൻട്രേഷൻ എന്താ കൂടും. ഇവിടെ ഫിൽട്രേറ്റ് എന്താവും ഹൈപ്പർടോണിക്. മനസ്സിലായല്ലോ? ഇതിന്ന് വെള്ളം പോവാണ്. അപ്പൊ വെള്ളം ഒരു സ്ഥലത്ത് നിന്ന് പോയാൽ അവിടെ എന്തുണ്ടാവും, ബാക്കി എന്തൊക്കെയോ ഇലക്ട്രോലൈറ്റ്സ്, ന്യൂട്രിയൻസ് എന്തൊക്കെയുണ്ടോ അത് ഉണ്ടാവുള്ളൂ. അത് കാരണം ഇതെന്താ ഹൈപ്പർടോണിക് ആവും ഈ ഡിസെൻഡിങ് ലിംബ് എന്ന് വരുമ്പോ. പിന്നെ അസെൻഡിങ് ലിംബിൽ വരുമ്പോ എന്താ ഞാൻ പറഞ്ഞത്, വെള്ളത്തിന് പെർമിയബിൾ അല്ല, പക്ഷെ എന്താ ഇലക്ട്രോലൈറ്റ്സിന് ആക്റ്റീവ്ലി അല്ലെങ്കിൽ പാസീവ്ലി അവർ ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പൊ തിക് സെഗ്മെന്റ് എന്ത് ചെയ്യും, ഈ സോഡിയം ക്ലോറൈഡ് പുറത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അത് കാരണം എന്തുണ്ടാവും, നമ്മളുടെ ഫിൽട്രേറ്റ് എന്താ വീണ്ടും ഹൈപ്പോട്ടോണിക് ആയി മാറി. ഹൈപ്പോട്ടോണിക്. മനസ്സിലായല്ലോ? ഓക്കെ. അത് കഴിഞ്ഞ് ഇതെവിടെ വന്നു, ഇനി BCTയിൽ വന്നു.
DCTയിൽ വരുമ്പോ അവരെന്ത് ചെയ്യും? അവർ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ നടക്കുക, വെള്ളവും സോഡിയം അയോൺസും അലോങ് വിത്ത് എന്താ നമ്മുടെ ബൈകാർബണേറ്റ് അയോൺസ് പിന്നെന്ത് അമോണിയ എല്ലാം റീഅബ്സോർബ് ചെയ്യും. അത് കാരണമാണ് ഈ pH മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബ്ലഡിൽ. ഇത് ആക്ച്വലി ഇവിടെയാണ് നമ്മളുടെ മെയിൻ ഒരു ഹോർമോൺ ഉണ്ട്, ആൽഡോസ്റ്റിറോണും വാസോപ്രസിനും. അപ്പൊ ഈ ആൽഡോസ്റ്റിറോൺ കാരണമാണ് സോഡിയം എന്താ ഫിൽട്രേറ്റ് നിന്ന് റീഅബ്സോർബ് ആവുന്നത്. എവിടുന്ന്? നമ്മളുടെ DCTന്ന്. പക്ഷെ ക്ലോറൈഡ് അയോൺസ് എന്താ അതിന്റെ ഒപ്പം സോഡിയത്തിന്റെ ഒപ്പം പോയി എന്താ സോഡിയം ക്ലോറൈഡ് മൊത്തം റീഅബ്സോർബ് ആവും. അതേപോലെ ബൈകാർബണേറ്റും ഇതിന്റെ ഒപ്പം റീഅബ്സോർബ് ചെയ്യും. പിന്നെ വാസോപ്രസിൻ ആണെങ്കിൽ അത് വെള്ളവും റീഅബ്സോർബ് ചെയ്യും. അപ്പൊ വാസോപ്രസിൻ വാട്ടർ റീഅബ്സോർപ്ഷൻ, ആൽഡോസ്റ്റിറോണോ സോഡിയം, പിന്നെന്ത് Na+ ആയി സോഡിയം ആയി, പിന്നെ ഇതിന്റെ ഒപ്പം Cl- കൂടി പോകുമ്പോ എന്താ സോഡിയം ക്ലോറൈഡ് ആണ് മൊത്തം പോകുന്നത്. മനസ്സിലായല്ലോ? അത് DCTയിൽ നടക്കണം. ഇനി നമ്മൾ എന്താ ഫിൽട്രേറ്റ് എവിടേക്ക് വന്നു? കളക്ടിങ് ഡക്റ്റിലേക്ക് വന്നു. ഈ കളക്ടിങ് ഡക്റ്റ് എന്താ കോർട്ടെക്സ് മെഡുലിലേക്കാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇതിലെന്താ ഇതിന്റെ വാൾസ് വെള്ളത്തിന് പെർമിയബിൾ ആയതുകൊണ്ട് വെള്ളം റീഅബ്സോർപ്ഷൻ ചെയ്യും വാസോപ്രസിനെ ADH വഴി. പിന്നെ കുറച്ച് യൂറിയ എന്താ ഈ ലോവർ പാർട്ട് ഓഫ് കളക്ടിങ് ഡക്റ്റ് മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിലേക്ക് വരും. അത് കാരണമാണ് എന്താ ഈ ഓസ്മോളാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ അത് കാരണം നമ്മുടെ മെഡുലിൽ എന്താ ഹൈപ്പർ ഓസ്മോട്ടിക് ആവും. ഇതേ കണ്ട യൂറിയ പുറത്തോട്ട് എന്താ ഈ സോളിഡ് കോൺസ്റ്റിറ്റ്യൂൻസ് കൂടിയ ഹൈപ്പർട്ടോണിക് ആവും, ഹൈപ്പർ ഓസ്മോളാർ ഉണ്ടാവും നമ്മളുടെ മെഡുല്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇതായിരുന്നു എന്ത് നമ്മളുടെ എബ്സോർപ്ഷൻ. അപ്പൊ ഫിൽട്രേഷൻ പഠിച്ചു നമ്മള്, എബ്സോർപ്ഷനും പഠിച്ചു. ഇനി നോക്കേണ്ടത് എന്താ? ഇനി നോക്കേണ്ടത് സെക്രീഷൻ ആണ്. ട്യൂബുലാർ സെക്രീഷൻ എങ്ങനെയാണ്? ഓക്കെ, ട്യൂബുലാർ സെക്രീഷൻ ആക്ച്വലി എന്താ ഈ അയണിക് അല്ലെങ്കിൽ ആസിഡ് ബേസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ട്യൂബുലാർ സെക്രീഷൻ ഇമ്പോർട്ടൻറ്റ്. സെക്രീഷൻ എവിടെയൊക്കെ നടക്കും? ഞാൻ ഇപ്പൊ എല്ലാ ഒരു ഓവറോൾ വ്യൂ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ PCTയിൽ നടക്കുമോ? ഉണ്ട്. അതിൽ ഈ ക്രിയാറ്റിനിൻ H+ അയോൺസ് എല്ലാം എന്താ സെക്രീറ്റ് ചെയ്യും PCTയിലേക്ക്. പിന്നെ ലൂപ്പ് ഓഫ് എൻഡിൽ എന്താ സെക്രീറ്റ് ചെയ്യാൻ ഒന്നുമില്ല. പിന്നെ DCTയിൽ പൊട്ടാഷ്യം H+ അയോൺസ് അമോണിയ പിന്നെ ബൈകാർബണേറ്റ് അയോൺസ് ആണ് സെലക്റ്റീവ്ലി സെക്രീറ്റ് ചെയ്യുക ഫിൽട്രേറ്റിലേക്ക്. അത് ഡിപ്പെൻഡ് ചെയ്യും, അതായത് ഫിൽട്രേറ്റിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് ആവശ്യമുള്ള സാധനങ്ങൾ സെക്രീറ്റ് ചെയ്യും. അപ്പോ ഇനി നമുക്ക് മെക്കാനിസം ഓഫ് എന്താ കോൺസെൻട്രേഷൻ ഓഫ് ഫിൽട്രേറ്റ് പഠിക്കണം. അതായത് ഈ ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ ഹെൻലീസ് ലൂപ്പും വാസ-റെക്റ്റയാണ്. ഈ കൗണ്ടർ കറന്റ് മെക്കാനിസം വഴി എന്ത് ചെയ്യും? കോൺസെൻട്രേറ്റഡ് യൂറിൻ എന്താ ഉണ്ടാക്കുക. അപ്പോ കൗണ്ടർ കറന്റ് മെക്കാനിസം ആക്ച്വലി ഹെൻലീസ് ലൂപ്പും വാസ-റെക്റ്റ വഴി ഉണ്ടാവണം. ഇപ്പൊ ലൂപ്പ് ഓഫ് ഹെൻലി എന്താ ഹൈപ്പർട്ടോണിക് മെഡുലറി ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിലാണ് നിൽക്കുന്നത്, അറിയില്ലേ? കാരണം യൂറിയ മറ്റേ കളക്ടിങ് ഡക്ട് സെക്രീറ്റ് ചെയ്യല്ല അബ്സോർബ് ചെയ്തു. അപ്പൊ പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, ഇതിന്റെ ഡിസെൻഡിങ് ലിംബ് എന്താ പെർമിയബിൾ ടു വാട്ടർ. അപ്പൊ വാട്ടർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിൽട്രേറ്റ് കോൺസെൻട്രേറ്റ് ആവും. അപ്പൊ വാട്ടർ എന്ത് ചെയ്യും? ഈ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡിനെ ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ? അത് അസെൻഡിങ് ലിംബ് ഓഫ് വാസ-റെക്റ്റയിൽ അത് പോവും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? അസെൻഡിങ് ലിംബ് ഓഫ് ഹെൻലി എന്താ കുറെ സോഡിയം ക്ലോറൈഡ് മെഡുല്ലയിൽ ലൂസ് ചെയ്യും. അപ്പൊ ഈ എക്സസ് സോഡിയം ക്ലോറൈഡ് ആണ് നമ്മളുടെ ഡിസെൻഡിങ് ലിംബ് ഓഫ് ഏതാ വാസ-റെക്റ്റ ആണ് എന്താ അതെടുക്കണം. അത് കാരണമാണ് സോഡിയം ക്ലോറൈഡ് എന്താ നമ്മളെ മെഡുല്ലയിൽ വീണ്ടും പാസ് ഓൺ ചെയ്യും അസെൻഡിങ് ലിംബ് ഓഫ് വാസ-റെക്റ്റ. അപ്പൊ ഇത് കാരണം ഇത് കൗണ്ടർ കറന്റ് എന്ന് പറയാൻ കാരണം ഒരു സൈഡിൽ നിന്ന് വേറെ സൈഡിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുന്നത് ബ്ലഡിന്റെ, വാസ-റെക്റ്റയിലും പിന്നെ ഫിൽട്രേറ്റിന്റെയും. അപ്പൊ അതിനെയാണ് ഇതിനെന്ത് പറയുന്നു? കൗണ്ടർ കറന്റ് മെക്കാനിസം. കൗണ്ടർ കറന്റ് മെക്കാനിസം എന്താ? ഇത് കാരണമാണ് നമ്മളുടെ ഇൻക്രീസ് ഇൻ ഓസ്മോളാരിറ്റി കാണുക. അതായത് ഇന്നർ മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ 300 മില്ലി ഓസ്മോളാർ ഇൻ ദ കോർട്ടെക്സ് ടു അബൌട്ട് 1200 മില്ലി ഓസ്മോളാർ പെർ ലിറ്റർ ഇൻ ഇന്നർ മെഡുല്ല. അത് ഇത് കാരണമാണ് കൗണ്ടർ കറന്റ് മെക്കാനിസം ഓഫ് എന്ത് നമ്മളുടെ ഗ്ലോമെറുലാർ ഫിൽട്രേറ്റ്. അത് കാരണമാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ.
Concentration of urine depends upon which organ? Option A, Bowman's capsule. Option B, length of Henle's loop. Option C, PCT. Option D, network of capillaries arising from glomerulus. അതെന്താണ് നിങ്ങൾ പറയാം? ആൻസർ ലെങ്ത് ഓഫ് ഹെൻലീസ് ലൂപ്പ് ആണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് വിച്ച്, ഞാൻ എഴുതി തരാം കാരണം ഇത്തിരി വലിയ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് കറക്റ്റ്ലി എക്സ്പ്ലെയിൻസ് ദ ഫംഗ്ഷൻ ഓഫ് സ്പെസിഫിക് പാർട്ട് ഓഫ് എന്താ ഹ്യൂമൻ നെഫ്രോൺ. ഫസ്റ്റ് വരുന്നത് പോഡോസൈറ്റ് ആണ്. ഇതിൽ ഇവര് കൊടുത്തേക്കണം എന്താ, ക്രിയേറ്റ് മൈന്യൂട്ട് സ്പേസസ് ഫോർ എന്താ the filtration of blood into the Bowman's capsule. ശരിയാണോ തെറ്റാണോ? ശരിയല്ലേ? ഓക്കെ. രണ്ടാമത്തെ ഹെൻലീസ് ലൂപ്പ് അല്ല, ഹെൻലീസ് ലൂപ്പ് അല്ല, efferent arteriole എന്താ carries the blood away from the glomerulus towards renal vein. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. അപ്പൊ ഇത് ഞാൻ എഴുതി വെക്കില്ല, നിങ്ങളത് നോട്ട്സ് ആയി പഠിച്ചാലെന്ന് വെച്ചിട്ടാണ് ഞാൻ റബ്ബ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ നീറ്റിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ബാക്കി ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ അത് ഞാൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, ഹോർമോൺസ് ഒന്നും. അത് ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, NCERT നോക്കാം. അത് കഴിഞ്ഞ് ചെറിയൊരു പോർഷനുള്ള റെഗുലേഷൻ ഓഫ് റീനൽ ഫംഗ്ഷനും പിന്നെ ഡിസോർഡേഴ്സ് ഓഫ് എക്സ്ക്രീറ്ററി സിസ്റ്റം കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. ഓക്കെ, അപ്പൊ യൂറിൻ ഫോർമേഷൻ തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യൂറിൻ ഫോർമേഷൻ ഞാൻ പറഞ്ഞു 3 പ്രോസസ് ഉണ്ട് മെയിൻലി. എന്താ, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. അത് പല പാർട്ട് ഓഫ് നെഫ്രോണിൽ നടക്കും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ യൂറിൻ ഫോർമേഷനിൽ, അതാണ് എന്ത്, ഫിൽട്രേഷൻ ഓഫ് ബ്ലഡ്. അത് ആക്ച്വലി നമ്മളെ ഗ്ലോമറൂലസ് ആണ് നടത്തുന്നത്. അതിനെയാണ് നമ്മൾ ഗ്ലോമറൂലാർ ഫിൽട്രേഷൻ എന്ന് പറയും. ഇപ്പൊ ഒരു ആവറേജ് എന്താ കിഡ്നി എത്ര, 2 കിഡ്നി എത്ര ബ്ലഡ് ഫിൽട്ടർ ചെയ്യും? 1100-200 ml ആണ് ഫിൽട്ടർ ചെയ്യുന്നത് പെർ മിനിറ്റ്. അതായത് റഫ്ലി 1/5 ഓഫ് ദ ബ്ലഡ് പംപ്ഡ് ഔട്ട് ബൈ ഈച്ച് വെൻട്രിക്കിൾ ഓഫ് ഹാർട്ട് ഇൻ എ മിനിറ്റ്. അതായത് കാർഡിയാക് ഔട്ട്പുട്ടിന്റെ 1/5 ആണ് നമ്മളുടെ കിഡ്നീസ് എന്താ ഒരു മിനിറ്റിൽ ഫിൽട്ടർ ചെയ്യണം. ഇനി ഗ്ലോമറുലാർ കാപ്പിലറി ബ്ലഡ് പ്രഷർ ആണ് ഈ ഫിൽട്രേഷന് സഹായിക്കണം ത്രൂ 3 ലെയേഴ്സ്. ഞാൻ 4ഉം പറഞ്ഞു, പക്ഷെ 3 ആണ് NCERT അനുസരിച്ച് 3 നിങ്ങൾ പഠിച്ചോ. എൻഡോത്തീലിയം ആയി ഗ്ലോമറുലാർ ബ്ലഡ് വെസൽസ്, അത് കഴിഞ്ഞ് എന്ത് എപ്പിത്തീലിയം ഓഫ് ബോമാൻസ് ക്യാപ്സ്യൂൾ കാണും, പിന്നെ ബേസ്മെന്റ് മെംബ്രെയിനും കാണും ഇതിന്റെ ഇടയിൽ. അപ്പോൾ നമ്മളെ ബോമാൻസ് ക്യാപ്സ്യൂളിൽ എന്താ എപ്പിത്തീലിയൽ സെൽസ് ഉണ്ട്, അതായത് പോഡോസൈറ്റ്സ്. ആ പോഡോസൈറ്റ്സിന്റെ ഇടയിലാണ് എന്താ കുറച്ച് മൈന്യൂട്ട് സ്പേസസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഫിൽട്രേഷൻ സ്ലിറ്റ് അല്ലെങ്കിൽ സ്ലിറ്റ് പോർസ് എന്ന് പറയും. ഈ സ്ലിറ്റ് പോർസിന്റെ ഇടയിൽ കൂടെയാണ് എന്താ നമ്മളുടെ ബ്ലഡ് ഫിൽട്ടർ ചെയ്ത് ആവശ്യമുള്ള സാധനം ഫിൽട്ടർ ചെയ്യും, ആവശ്യമില്ലാത്ത എന്താ തിരിച്ചു വിടും. അപ്പൊ ഇതില് ഈ ഫിൽട്രേഷൻ സ്ലിറ്റ് ചെറുതായതുകൊണ്ട് എന്താ ചെറിയ കോൺസ്റ്റിറ്റ്യുവൻസ്, അത് പ്ലാസ്മയിലുള്ള ചെറിയ സൈസുള്ള പാർട്ടിക്കിൾസും ഈ നെഗറ്റീവ് ചാർജുള്ളൊന്നും കടക്കില്ല. അപ്പൊ ചെറിയ സൈസായത് മാത്രമേ കടക്കൂ. അതായത് വലിയ സൈസുള്ള നമ്മൾ പ്ലേറ്റ്ലെറ്റോ RBCയോ പ്രോട്ടീനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാറ്റോ അതൊന്നും നോർമലി കടക്കാറില്ല. അത് കാരണമാണ് ഇതിനെന്ത് പറയണ അൾട്രാ ഫിൽട്രേഷൻ. ഇനി എമൗണ്ട് ഓഫ് ഫിൽട്രേറ്റ് ഫോം ബൈ ദ കിഡ്നി പെർ മിനിറ്റിനെയാണ് നമ്മൾ എന്ത് പറയണോ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അപ്രോക്സിമേറ്റ്ലി അത് എത്രയാ, 125 ml പെർ മിനിറ്റ് അല്ലെങ്കിൽ 180 liters പെർ ഡേ. ഇത് ഓർത്ത് വെക്കണം, മനസ്സിലായ? ഓക്കെ, ഇനി നമ്മളെ കിഡ്നീസിന്റെ ഉള്ളിൽ കുറച്ച് എന്താ ബിൽറ്റ് ഇൻ മെക്കാനിസംസ് ഉണ്ട് എന്തിന്, ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് റെഗുലേറ്റ് ചെയ്യാൻ. അപ്പൊ അതിനെയാണ് അത് ക്യാരി ചെയ്യണ ഒരു സ്പെഷ്യൽ അപ്പാരറ്റസ് ഉണ്ട്, അത് ജക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. മനസ്സിലായോ? ജക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് അത് ആക്ച്വലി എന്താ ഒരു സ്പെഷ്യൽ സെൻസിറ്റീവ് റീജിയൻ ആണ്. DCTയും എഫറന്റ് ആർട്ടീരിയോളും തമ്മിലുള്ള കോണ്ടാക്റ്റിലാണ് ഇതെന്ത് ജക്സ്റ്റാ ഗ്ലോമറുലാർ അപ്പാരറ്റസ് ഫോം ചെയ്യണം. ഇനി ഫോൾ ഇൻ GFR ആണ് നമ്മളുടെ എന്ത്
ഈ ജക്സ്റ്റാഗ്ലോമുറുലാർ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. അവരാണ് എന്നിട്ട് റെനിൻ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് ഈ ഗ്ലോമുറൽ ബ്ലഡ് ഫ്ലോ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പൊ GFR ബാക്ക് ടു നോർമൽ ആക്കുന്നത്. അതിന്റെ ഫങ്ഷൻ ആർക്കാണ്? റെനിൻ. അത് സ്മോൾ ലെറ്റർ N ആണ് ഇതിന് കേട്ടോ, 2 N ഇല്ല. ഓക്കെ, ഇനി നമുക്ക് കമ്പയർ ചെയ്യണം എത്ര ഫിൽട്ടർ ആവണം, എത്ര യൂറിനാണ് ഫോം ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞു 180 ലിറ്റർ പെർ ഡേ ആണ് ഫിൽട്ടർ ആവണം. പക്ഷെ നമ്മൾ യൂറിൻ എത്ര റിലീസ് ചെയ്യും? 1.5 ലിറ്റർ റിലീസ് ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ 99% ഓഫ് ദ ഫിൽട്രേറ്റ് റീഅബ്സോർബ് ആയിരിക്കണം റീനൽ ട്യൂബ്യൂൾസ്. ഇതിനെയാണ് നമ്മൾ പറയാ? റീഅബ്സോർപ്ഷൻ. ഇനി ഇതിന് പറയാ? കുറച്ച് ഇതുണ്ട്. അതായത് ഈ കുറച്ച് സബ്സ്റ്റൻസസ് ഉണ്ട്, അതായത് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം. ഇതുവരൊക്കെ ഈ റീഅബ്സോർബ് ചെയ്യണ ആക്റ്റീവ്ലി. പക്ഷെ കുറച്ച് നൈട്രോജനസ് വേസ്റ്റ് ഒക്കെ അത് പാസീവ്ലി ആണ് റീഅബ്സോർബ് ചെയ്യണം. വെള്ളവും പാസീവ്ലി ആണ് റീഅബ്സോർബ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ് യൂറിൻ ഫോർമേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് നോക്കണം, അതായത് ട്യൂബ്യൂൾസിന്റെ ഫങ്ഷൻ. ഫസ്റ്റ് ആണ് PCT. PCT ആക്ച്വലി സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡർ എപ്പിത്തീലിയ ആയിട്ടാണ് ലൈൻ ചെയ്തേക്കണം. അതാണ് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്ത് എല്ലാ എസെൻഷ്യൽ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ 70 to 80% ഓഫ് ഇലക്ട്രോലൈറ്റ്സും വെള്ളവും റീഅബ്സോർബ് ചെയ്യും. PCT എന്തിനും സഹായിക്കും? ഈ pHും അയോണിക് ബാലൻസ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് അത് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും ബൈ selective secretion of H+ ions and ammonia into the filtrate and by absorption of bicarbonate. Okay. ഇനി ഹെൻലീസ് ലൂപ്പിൽ ഞാൻ പറഞ്ഞു, അതിൽ ഡിസെൻഡിങ് ലിംബ് വെള്ളത്തിന് പെർമിയബിളാ, പക്ഷെ ഇംപെർമിയബിൾ ടു ഇലക്ട്രോലൈറ്റ്സ്. അത് കാരണമാണ് ഇത് ഫിൽട്രേറ്റ് താഴെ വരുമ്പോൾ കോൺസെൻട്രേറ്റ് ആവണം. പക്ഷെ അസെൻഡിങ് ലൂപ്പ് ഓഫ് ഹെൻലി ഇംപെർമിയബിൾ ടു വാട്ടർ ബട്ട് അലൗസ് ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രോലൈറ്റ്സ് ആക്റ്റീവ്ലി ഓർ പാസീവ്ലി. അപ്പൊ അത് കാരണമാണ് കോൺസെൻട്രേറ്റഡ് ഫിൽട്രേറ്റ് മുകളിലേക്ക് എത്തുമ്പോഴേക്കും അത് ഡൈല്യൂട്ട് ആവണം. ഇനി അടുത്തത് DCT. ഞാൻ ഇമ്പോർട്ടന്റ് ഒരു സാധനം പറഞ്ഞു, അതായത് ഇവിടെ കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ നടക്കും. എന്തിന്റെ? സോഡിയം അയോൺസും വെള്ളത്തിന്റെയും കണ്ടീഷണൽ റീഅബ്സോർപ്ഷൻ നടക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ പറയാ? അത് ആക്ച്വലി ഒരു ഹോർമോണായ ആൽഡോസ്റ്ററോൺ വഴിയാണ് നടക്കുന്നത്. ഓക്കെ, ഇനിയാണ് നമുക്ക് കളക്ടിങ് ഡക്ട്. കളക്ടിങ് ഡക്റ്റിൽ ആക്ച്വലി നോക്കേണ്ടത്? കളക്ടിങ് ഡക്റ്റിൽ നമ്മൾ DCT വന്നു. ഇനി DCT വന്നിട്ട് എന്തുണ്ടാവും? ലാർജ് അമൗണ്ട്സ് ഓഫ് വാട്ടർ ചെയ്യും? റീഅബ്സോർബ് ആവും ഇവിടുന്ന്. അത് കാരണമാണ് കോൺസെൻട്രേറ്റഡ് യൂറിൻ ഇവിടെ ഉണ്ടാവുന്നത്. പിന്നെ ഇതിലാണ് കുറച്ച് യൂറിയ സെക്രീറ്റ് ചെയ്യും മെഡുലറി ഇൻഡസ്ട്രീഷ്യത്തിൽ, ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് കാരണമാണ് നമ്മളുടെ pH മെയിൻ്റെനൻസും അയോണിക് ബാലൻസ് ഒക്കെ നമ്മളുടെ ബ്ലഡിൽ മെയിൻറ്റെയിൻ ആവണം. ഓക്കെ, അപ്പൊ ഇതാണ് യൂറിൻ ഫോർമേഷൻ, പല ട്യൂബ്യൂൾസിന്റെ ഫങ്ഷൻ. ഇനി നോക്കണം നമുക്ക്? മെക്കാനിസം ഞാൻ പറഞ്ഞിരുന്നു, അതെങ്ങനെ കൗണ്ടർ കറന്റ് മെക്കാനിസം ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യണ ആരാ? അത് മാമൽസിന് മാത്രമുള്ള കഴിവാണ്. കാരണം വാസറക്റ്റും ലൂപ്പ് ഓഫ് ഹെൻലി ഉള്ള കാരണം ഇതിന്റെ ഫ്ലോവും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഫ്ലോ ഓഫ് ഫിൽട്രേറ്റ് ഇൻ ദ 2 limbs ഓഫ് ഹെൻലീസ് ലൂപ്പ് ഇസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് കാരണം ഒരു കൗണ്ടർ കറന്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ ബ്ലഡ് ഫ്ലോയും വാസറക്റ്റയിൽ അതും കൗണ്ടർ കറന്റിലാണ്. അപ്പൊ അത് കാരണമാണ് കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ച്. അപ്പോ ഈ കൗണ്ടർ കറന്റ് എക്സ്ചേഞ്ച് കാരണമാണ് ഇന്നർ മെഡുലറി ഇൻഡസ്ട്രീഷ്യ, അത് കോർട്ടെക്സ് ആയ 300 മില്ലി ഓസ്മോളാരിറ്റി പെർ ലിറ്റർ ടു നമ്മളുടെ 1200 മില്ലി ഓസ്മോളാരിറ്റി പെർ ലിറ്റർ ഇന്നർ മെഡുല്ലയിൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യും. ഇത് ആക്ച്വലി കോസ് ചെയ്യുന്ന സോഡിയം ക്ലോറൈഡും യൂറിയും ആണ്. സോഡിയം ക്ലോറൈഡ് നമ്മൾ അസെൻഡിങ് ലിംബിൽ എക്സ്ചേഞ്ച് ചെയ്തു. ആരായിട്ട്? നമ്മളുടെ ഡിസെൻഡിങ് ലിംബ് ഓഫ് വാസറക്റ്റി ആയിട്ട്. ആ സോഡിയം ക്ലോറൈഡ് വീണ്ടും ഇൻഡസ്ട്രീഷ്യത്തിൽ വരാൻ കാരണം അസെൻഡിങ് പോർഷൻ ഓഫ് വാസറക്റ്റി ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിനെയാണ് നമ്മൾ പറയുന്നത്? കൗണ്ടർ കറന്റ് മെക്കാനിസം. ഓക്കെ, അപ്പൊ ഈ ഒരു ടേം കൂടി ഫാക്ട് കൂടി ഓർത്ത് വെക്കണം. അതായത് ഹ്യൂമൻ കിഡ്നീസിന് ആക്ച്വലി 4 times കോൺസെൻട്രേറ്റഡ് യൂറിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഇനീഷ്യൽ ഫിൽട്രേറ്റ്. ഓക്കെ,
ഇനി നമുക്ക് കിഡ്നി ഫങ്ഷൻ റെഗുലേറ്റ് ചെയ്യണം എങ്ങനെയാന്ന് പഠിക്കാം. അതായത് കുറെ ഹോർമോണൽ ഫീഡ്ബാക്ക് മെക്കാനിസംസ് ഉണ്ട് ഇൻവോൾവിംഗ് ഇൻ ദ ഹൈപ്പോതലാമസ്, ജുക്സ്റ്റാഗ്ലോമറുലർ അപ്പാരറ്റസ്, പിന്നെ ഹാർട്ട് സർട്ടൻ എക്സ്റ്റെൻസ്. അപ്പൊ നമ്മളെ ബോഡിയിൽ കുറച്ച് ഓസ്മോ റിസപ്റ്റേഴ്സ് ഉണ്ട്. അത് നമ്മളെ ബ്ലഡ് വോളിയം എന്തെങ്കിലും ചേഞ്ച് വരുമ്പോഴാണ് അവർ ആക്ടിവേറ്റ് ആവുന്നത്. അതായത് നമ്മളുടെ ബോഡിയിൽ നിന്ന് കുറെ എക്സസീവ് ലോസ് ഓഫ് ഫ്ലൂയിഡ് ഉണ്ടാക്കുക എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യും, ഈ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്ത് എന്തുണ്ടാക്കും, നമ്മളെ ഹൈപ്പോതലാമസ് ADH അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും ഫ്രം എവിടുന്ന്, ന്യൂറോ ഹൈപ്പോഫൈസിസ്. അത് കാരണം ADH എന്താ, നമ്മുടെ DCTന്ന് വാട്ടർ റീഅബ്സോർപ്ഷൻ സഹായിക്കും, DCTയും കളക്ടിങ് ട്യൂബ്യൂൾസ്. അപ്പൊ നമ്മളുടെ എന്താ നമ്മുടെ ബ്ലഡ് വോളിയം മെയിൻറ്റെയിൻ ആവും, പിന്നെ ഡയൂറിസും പ്രിവെന്റ് ചെയ്യും. അതേപോലെ ഇനി നമ്മളുടെ ബ്ലഡ് വോളിയം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക ഒരു കാരണമില്ലാണ്ട്, ആ സമയത്ത് നമ്മളുടെ എന്താ ഈ റിസപ്റ്റേഴ്സ് സ്വിച്ച് ഓഫ് ചെയ്ത് എന്താ ADH സെക്രീഷൻ കുറയ്ക്കും. അപ്പൊ അങ്ങനെയാണ് ഈ മെക്കാനിസം കാരണമാണ് നമ്മളെ ബ്ലഡ് വോളിയം, ബ്ലഡ് പ്രഷർ എന്താ മെയിൻറ്റെയിൻ ചെയ്യണം. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പോ ഓസ്മോ റിസപ്റ്റേഴ്സ് നമ്മുടെ ബോഡിയിൽ എന്താ അത് ആക്ടിവേറ്റ് ആവണം എങ്ങനെയാ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവും, ബ്ലഡ് വോളിയത്തിലുള്ള ചേഞ്ചസ് കാരണം അവർ ആക്ടിവേറ്റ് ആവും. ഇനി എക്സസീവ് ലോസ് ഓഫ് ഫ്ലൂയിഡ് ഉണ്ടാവുക അത് ഉണ്ടാവുകയാണെങ്കിൽ ഈ റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്ത് എന്താ ഹൈപ്പോതലാമസ് ADH സെക്രീറ്റ് ചെയ്യും. ADH എന്നാണെങ്കിൽ വാസോപ്രസിൻ. ഇനി ADH എന്ത് ഫെസിലിറ്റേറ്റ് ചെയ്യും, വാട്ടർ റീഅബ്സോർപ്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യും. അങ്ങനെയാണ് എന്ത് പ്രിവെന്റ് ചെയ്യണം, ഡയൂറിസിസ് പ്രിവെന്റ് ചെയ്യും. അതേപോലെ ബോഡി ഫ്ലൂയിഡ് വോളിയം കൂടിയത് എന്ത് ചെയ്യും, ഈ ഓസ്മോ റിസപ്റ്റേഴ്സ് എന്താ സപ്രസ് ആവും. അങ്ങനെ ഫീഡ്ബാക്ക് കണ്ടിന്യൂ ചെയ്യും. അതേപോലെ വേറെ റൂൾ ഉണ്ട് നമ്മളുടെ ജുക്സ്റ്റാഗ്ലോമറുലർ അപ്പാരറ്റസ്. അതായത് GFR കുറഞ്ഞ എന്താ ഈ അപ്പാരറ്റസ് ആക്ടിവേറ്റ് ചെയ്ത് റെനിൻ സെക്രീറ്റ് ചെയ്യും. അത് നമ്മൾ ആൻജിയോടെൻസിൻ 1 ആക്കും, പിന്നെ ആൻജിയോടെൻസിൻ 2. ആൻജിയോടെൻസിൻ 2 ഒരു പവർഫുൾ വാസോ കൺസ്ട്രക്ടർ ആണ്. അപ്പൊ എന്താ ഗ്ലോമറുലർ ബ്ലഡ് പ്രഷർ കൂടുമ്പോ കൂടും, GFR കൂടും. ആൻജിയോടെൻസിൻ 2 എന്താ അത് ആൽഡോസ്റ്റിറോൺ റിലീസും സഹായിക്കും അഡ്രീനൽ കോർട്ടെക്സ്. ഈ ആൽഡോസ്റ്റിറോൺ ആണ് നമ്മളുടെ സോഡിയം വാട്ടർ റീഅബ്സോർപ്ഷനെ സഹായിക്കണം. അപ്പൊ അങ്ങനെ ബ്ലഡ് പ്രഷറും കൂടും, GFRും കൂടും. ഇതാണ് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം. മനസ്സിലായല്ലോ? അതായത് GFR കുറഞ്ഞ ആര് ആക്ടിവേറ്റ് ആവും, നമ്മളുടെ എന്താ ഇത് ആക്ടിവേറ്റ് ആവും, ജുക്സ്റ്റാഗ്ലോമറുലർ അപ്പാരറ്റസ് ആക്ടിവേറ്റ് ആവും. അവർ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും, നമ്മളെ റെനിൻ റിലീസ് ആവും. റെനിൻ എന്തിനെ കൺവേർട്ട് ചെയ്യും, ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1, ആൻജിയോടെൻസിൻ 1 ടു ആൻജിയോടെൻസിൻ 2 ആവും. ആൻജിയോടെൻസിൻ 2 വാസോ കൺസ്ട്രക്ടർ ആണ്. ഇപ്പോൾ എഫറന്റ് ആർട്ടറികളെ കൺസ്ട്രക്ട് ചെയ്ത എന്തുണ്ടാവും, GFR കൂടും, അതായത് ബ്ലഡ് പ്രഷർ കൂടും, GFR കൂടും. അപ്പൊ അങ്ങനെ എന്താ ബിപിക്ക് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടായെങ്കിൽ BPയും കൂടും. മനസ്സിലായല്ലോ? ഇനി വേറെ മെക്കാനിസം ഉണ്ട്. അതായത് നമ്മളുടെ ഹാർട്ടിലേക്ക് ബ്ലഡ് ഫ്ലോ കൂടുക എന്ന് വിചാരിക്കുക വല്ലാണ്ട്. അപ്പൊ നമുക്ക് അത് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യും, ഹാർട്ട് ഒരു ഏട്രിയൽ നേട്രി യൂററ്റിക് ഫാക്ടർ, അതായത് ഇതെന്ത് വാസോഡൈലേഷൻ ഉണ്ടാക്കുക, അതുപോലെ അങ്ങനെ എന്ത് കുറയ്ക്കും, ബ്ലഡ് പ്രഷർ. ഓക്കെ. ഇനി നമുക്ക് മിക്ചുറേഷൻ നോക്കാം. മിക്ചുറേഷൻ എന്താ, മിക്ചുറേഷൻ എന്ന് പറയുന്നത് എന്താ, ഈ യൂറിൻ നമ്മളെ നെഫ്രോൺസ് ഫോം ചെയ്യില്ലേ, ആ നെഫ്രോൺസ് അത് യൂറിനറി ബ്ലാഡറിൽ എത്തും. അങ്ങനെ നമ്മളുടെ യൂറിട്ര വഴി യൂറിനറി ബ്ലാഡറിൽ എത്തും. ഇനി അവിടെ ഇത് സ്റ്റോർ ആകുമ്പോഴാണ് ഒരു സ്ട്രെച്ചിങ് ഉണ്ടാവും യൂറിനറി ബ്ലാഡർ. അങ്ങനെയാണ് സിഗ്നൽ ഇനീഷ്യേറ്റ് ചെയ്യണം. ഇനി ആ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും, ഈ ബ്ലാഡറിന്ന് CNSലേക്ക് എന്ത് സിഗ്നൽസ് പാസ് ചെയ്യും. ഈ CNS മോട്ടർ മെസ്സേജസ് ഇനീഷ്യേറ്റ് ചെയ്ത് നമ്മള് സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻ ഉണ്ടാവും. അതേപോലെ റിലാക്സേഷൻ ഓഫ് യൂറിത്രൽ സ്ഫിങ്ക്റ്റർ, അതായത് ഇതല്ലേ നമ്മളുടെ യൂറിനറി ബ്ലാഡർ, ഇതാണ് സ്ഫിങ്ക്റ്റർ. അപ്പൊ ഇതിന്ന് വെള്ളം ഇങ്ങോട്ട് പോണെങ്കിൽ ഇത് കൺട്രാക്ട് ചെയ്യണം. എന്നിട്ട് ഈ സ്ഫിങ്ക്റ്റർ ഇവിടെ കാണും. സ്ഫിങ്ക്റ്റർ തുറന്നാ റിലാക്സ് ആയാലല്ലേ നമ്മള് യൂറിൻ ബൗളില്. അപ്പൊ ഇത് ഓർത്ത് വെക്കണം. നിങ്ങൾ വിചാരിക്കും റിലാക്സ് ആവുമ്പോഴാണ്, നോർമലി എല്ലാ സ്ഥലത്തിലും റിലാക്സ് ചെയ്യുമ്പോഴല്ലേ ഫ്ലൂയിഡ് പോവുക, പക്ഷെ നമ്മൾ ബ്ലാഡറിൽ ഓപ്പോസിറ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ മിക്ചുറേഷൻ എന്ന് പറയുന്നത്.
പിന്നെ അതിന്റെ പിന്നിലുള്ള ന്യൂറൽ മെക്കാനിസംസ് ഉണ്ട്. അത് ഡീറ്റെയിൽ ആയി പഠിക്കണ്ട. ഈ ന്യൂറൽ മെക്കാനിസംസിനെയാണ് നമ്മൾ എന്താ പറയുക, മെച്ചുറേഷൻ റിഫ്ലെക്സ്. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു നമ്മളുടെ അഡൾട്ട് ഹ്യൂമൻ എന്താ ഒരു ആവറേജിൽ എത്ര 1 to 1.5 ലിറ്റേഴ്സ് ഓഫ് യൂറിൻ ആണ് എന്താ പ്രൊഡ്യൂസ് ചെയ്യണം. ഈ യൂറിന്റെ കളർ എന്താ ലൈറ്റ് യെല്ലോ കളറാണ്. അതിന് കാരണം എന്താ യൂറോക്രോം എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് ഉള്ള കാരണമാണ് ലൈറ്റ് യെല്ലോ കളേർഡ്, പിന്നെ സ്ലൈറ്റ്ലി അസിഡിക്കും ആണ്. ഇനി ഇതിൽ എത്രയാ യൂറിനിൽ 25 to 30 gram ഓഫ് യൂറിയാണ് എക്സ്ക്രീറ്റ് ചെയ്യണം. അപ്പൊ ഇതെന്ത് നിങ്ങൾ ഓർത്തേക്കണം, ഇതില് 25 to 30 gram ഓഫ് യൂറിയ എക്സ്ക്രീറ്റ് ആവുന്നു. പിന്നെ യൂറിൻ അനാലിസിസ് ചെയ്താൽ എന്താ നമുക്ക് ഈ കിഡ്നി മാൽ ഫങ്ഷൻ ഒക്കെ നോക്കാൻ പറ്റുവാണെങ്കിൽ ഡയബറ്റിസ് ഉണ്ടോ എന്നൊക്കെ, കീറ്റോൺ ബോഡി പ്രസൻസ്, ഗ്ലൂക്കോസ് പ്രസൻസ് ഒക്കെ വഴി നമുക്ക് എന്താ ഡയബറ്റിസ് മെല്ലൈറ്റിസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. ഇനി നോക്കേണ്ട റോൾ ഓഫ് അതർ ഓർഗൻസ് ഇൻ എക്സ്ക്രീഷൻ. ഞാൻ പറഞ്ഞു കിഡ്നി മാത്രമല്ല, ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതാണ്, കിഡ്നി മാത്രമല്ല എന്താ എക്സ്ക്രീഷനെ സഹായിക്കണം. കിഡ്നി അല്ലാണ്ട് നമ്മളുടെ ലങ്സ് ആണെങ്കിൽ എന്താ ആലോചിച്ച് നോക്കുക, ഓക്സിജൻ ഉള്ളിലെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് എന്താ ഒരു തരം വേസ്റ്റ് തന്നെയല്ല, കാരണം നമ്മളുടെ ബോഡിക്ക് ആവശ്യമില്ല. അപ്പൊ അതും എന്താ പറയാ ലങ്സ് റിമൂവ് ചെയ്യും. അപ്പൊ ലങ്സ് ഒരു എക്സ്ക്രീഷൻ ഓർഗനായി. പിന്നെ സ്കിന്നിൽ ഈ സെബം, ഈ ഓയിലി വാക്സി മെറ്റീരിയൽ ഒക്കെ ഉണ്ടാവും. അതാരെ സെക്രീറ്റ് ചെയ്യാം? അത് നമ്മളുടെ ബോഡിയിൽ നിന്ന് കളയണതാണ് നമ്മളുടെ സ്കിൻ. പിന്നെ ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലത്തെ ലാർജസ്റ്റ് ഗ്ലാൻഡാ. അതാണ് ഈ ബൈല് ഉപയോഗിച്ച് എന്താ നമ്മളുടെ യൂറിൻ ആ കളറൊക്കെ ഉണ്ടാകുന്ന യൂറോക്രോമും ബൈല് കാരണമാണ്. അപ്പൊ ബൈല് വഴി എന്താ ടോക്സിൻസ് ഒക്കെ എക്സ്ക്രീറ്റ് ചെയ്യണത് എന്താ ലിവർ. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ അതിന്റെ നമുക്ക് NCERT നോക്കാം. കിഡ്നി അല്ലാണ്ട് ലങ്സ്, ലിവർ, സ്കിന്നാണ് എലിമിനേഷൻ സഹായിക്കുക. നമ്മൾ ലങ്സ് അപ്രോക്സിമേറ്റ്ലി 200 ml കാർബൺ ഡൈ ഓക്സൈഡ് ആണ് റിലീസ് ചെയ്യണം. പിന്നെ സിഗ്നിഫിക്കന്റ് ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടറും. ലിവർ എന്താ നമ്മളെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആണ് ബോഡിയിലുള്ള. അതാണ് ഈ ബൈൽ കണ്ടെയ്നിങ് സബ്സ്റ്റൻസസ് ലൈക്ക് ബിലിറൂബിൻ, ബിലിവേർഡിൻ, പിന്നെ സ്റ്റിറോയിഡ് ഹോർമോൺസ്, വൈറ്റമിൻ ഡ്രഗ്സ് അവരൊക്കെ എന്താ എക്സ്ക്രീറ്റ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞു ഈ സ്വെറ്റ് ആൻഡ് സെബീഷ്യസ് ഗ്ലാൻഡ്സ് ഉണ്ട് ഇവിടെ സ്കിന്നിൽ, അതിനും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സ്വെറ്റിൽ ആക്ച്വലി നമ്മൾ ഉപ്പുരസം തോന്നിയിട്ടുണ്ടാവും. അതിന്റെ കാരണം എന്താ, സ്വെറ്റ് കണ്ടെയ്ൻസ് എന്താ സോഡിയം ക്ലോറൈഡ് കാണും സ്വെറ്റിൽ. പിന്നെ സ്മോൾ അമൗണ്ട്സ് ഓഫ് യൂറിയ അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് എക്സെട്ര. ഇനി സ്വെറ്റ് എന്തിനുണ്ടാക്കണം ആലോചിച്ച് നോക്കൂ. നമ്മൾ സ്വെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു തണുപ്പ് ഫീലിംഗ് കിട്ടില്ലേ? അപ്പൊ നമ്മള് ഈ ചൂട് കാലത്തൊക്കെ നന്നായി സ്വെറ്റ് ചെയ്യും കൂടുതൽ. അപ്പൊ അതെന്തുകൊണ്ടാ, നമ്മളുടെ ബോഡിയിൽ നിന്ന് വെള്ളം പോകുമ്പോ എന്താ ഇവോപ്പറേറ്റ് ചെയ്യുമ്പോൾ കൂളിംഗ് എഫക്റ്റ് വരും. അപ്പൊ അത് കാരണമാണ് അത്. പിന്നെ അത് ആക്ച്വലി എന്താ വേസ്റ്റും എന്താ റിമൂവ് ചെയ്യും. പിന്നെ സെബേഷ്യസ് ഗ്ലാൻഡ്സ് ഉണ്ട്, അത് ആക്ച്വലി സ്റ്റിറോൾ, ഹൈഡ്രോകാർബൺസ് അല്ലെങ്കിൽ വാക്സസ് ആണ് എന്താ എക്സ്ക്രീറ്റ് ചെയ്യാം. ഓക്കെ. ഇനി കുറച്ച് എന്താ ഡിസോർഡേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, ജസ്റ്റ് നമുക്ക് ഓടിച്ചു വിടാം. ഇനി നമ്മളെ യൂറിയ ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്ത അതിനൊരു കണ്ടീഷനാണ്, അത് മാൽ ഫങ്ഷനിങ് ഓഫ് കിഡ്നീസിനെയാണ് അത് സിഗ്നിഫൈ ചെയ്യണം. അപ്പൊ അതിന് അത് കിഡ്നി ഫെയിലിയർ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ആ കണ്ടീഷനാണ് യൂറീമിയ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് യൂറിയ നമ്മളെ ബ്ലഡിൽ നിന്ന് കളയണ ഹീമോഡയാലിസിസ് വഴിയാ. ഹീമോഡയാലിസിസിൽ നമ്മളുടെ ഒരു ആർട്ടറിന്ന് എന്താ ബ്ലഡ് ഡ്രെയിൻ ചെയ്ത് ഒരു ഡയാലിസിങ് യൂണിറ്റിൽ അത് ഇടും. എന്നിട്ട് അവിടെ എന്ത് ചെയ്യും, അത് ഡയാലിസിങ് യൂണിറ്റിൽ ഒരു ആന്റി കോആഗുലന്റ് ഇടും, ഹെപ്പാരിൻ, കാരണം ക്ലോട്ട് ആവരുതല്ലോ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ സെയിം കോമ്പോസിഷൻ ഓഫ് പ്ലാസ്മ എന്താ തിരിച്ചു വിടും വെയിനിൽ കൂടെ. പക്ഷെ എന്തുണ്ടാവില്ല, നൈട്രോജനസ് വേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അതിനെയാണ് എന്താ പറയാ ഹീമോഡയാലിസിസ് എന്ന് പറയാം. അപ്പൊ ഈ മെത്തേഡ് നിങ്ങൾ പഠിക്കണം, ഡയാലിസിന്റെ മെത്തേഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. ഇനി ഈ നമ്മളുടെ ഡയാലിസിങ് യൂണിറ്റിൽ ഒരു സെല്ലോഫെയിൻ ട്യൂബ് ഉണ്ട്, അതിലാണ് എന്താ ഈ ഡയാലിസിങ് ഫ്ലൂയിഡ് ഉണ്ടാവുക. പക്ഷെ അതിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്താ സെയിം ആയിരിക്കും പ്ലാസ്മയായിട്ട്, പക്ഷെ നൈട്രോജനസ് വേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഈ പോറസ് സെല്ലോഫെയിൻ മെംബ്രെയിൻ എന്താ of the tube allows the passage of molecules based on concentration gradient. പിന്നെ നമുക്കത് ക്ലീൻ ചെയ്ത് എന്താ ക്ലിയർ ബ്ലഡ് വീണ്ടും ബോഡിയിലേക്ക് പമ്പ് ചെയ്യും. എന്ത് വഴി? വെയിൻ വഴി, ആന്റി ഹെപ്പാരിൻ ആഡ് ചെയ്ത്. അപ്പൊ ഇതാണ് റീനൽ ഫെയിലിയർ.
ഇനി ചിലപ്പോ എന്താ നമ്മളുടെ കിഡ്നിയുടെ ഉള്ളിൽ കുറച്ച് ഇൻസോല്യുബിൾ മാസ് ഒക്കെ ഉണ്ടാവും, ക്രിസ്റ്റലൈസ് സോൾട്സ് ആയിട്ട്. അതാണ് എന്താ റീനൽ കാൽക്കുലൈ. പിന്നെ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് കാണും, ഇൻഫ്ലമേഷൻ ആണത് ഗ്ലോമറുലൈ ഓഫ് കിഡ്നിയുടെ. ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് നമ്മളുടെ എന്താ റീനൽ എന്താ എക്സ്ക്രീഷൻ ആൻഡ് സിസ്റ്റം, എലിമിനേഷൻ സിസ്റ്റം. അപ്പൊ ഇത്രയും ഞാൻ പഠിപ്പിച്ചു. ഇനി നമുക്ക് എന്താ കുറച്ച് NCERT ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ GFR. അത് നിങ്ങൾക്ക് അറിയാം, 180 ലിറ്റർ പെർ ഡേ ഉണ്ട്, അല്ലെങ്കിൽ 1025 ml per minute. ഓക്കെ, പിന്നെ ഓട്ടോ റെഗുലേറ്ററി മെക്കാനിസം GFR എന്താ, ഈ ജക്സ്റ്റാ ഗ്ലോമറൽ അപ്പാരറ്റസ് വഴി ട്രെയിനിങ് സെക്രീറ്റ് ചെയ്തതാണോ ചെയ്യാതെ ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ഇനി ഈ ട്രൂ ഓർ ഫോൾസ്, ഇതിൽ ഏതൊക്കെയാണ് ട്രൂവും ഫോൾസും ഐഡന്റിഫൈ ചെയ്യാം. അതായത് മിക്ചുറേഷൻ ഇസ് കാരിഡ് ഔട്ട് ബൈ റിഫ്ലെക്സ്, ശരിയല്ലേ? ട്രൂ. ADH helps in എന്താ വാട്ടർ എലിമിനേഷൻ, മേക്കിംഗ് ദ യൂറിൻ ഹൈപ്പോട്ടോണിക്. വാട്ടർ എലിമിനേഷൻ ആണോ സഹായിക്കുക ADH? അല്ല, വാട്ടർ അബ്സോർപ്ഷനെ സഹായിക്കാം. ഇനി അതിപ്പോ എന്താ ഫോൾസ് ആണ്. ഇനി പ്രോട്ടീൻ ഫ്രീ ഫ്ലൂയിഡ് ഇസ് ഫിൽട്ടേർഡ് ഫ്രം ബ്ലഡ് പ്ലാസ്മ ഇൻ ടു ബോമാൻസ് ക്യാപ്സ്യൂൾ, അല്ലെ? അപ്പൊ അതെന്താ ട്രൂ ആണ്. ഹെൻലീസ് ലൂപ്പ് പ്ലേസ് എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ കോൺസെൻട്രേറ്റിംഗ് യൂറിൻ, ട്രൂ. പിന്നെ ഗ്ലൂക്കോസ് ഇസ് ആക്റ്റീവ്ലി റീഅബ്സോർബ്ഡ് ഇൻ PCT, എന്താ ട്രൂ ആണ്. ഈ ബാക്കി ഗിവ് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് കൗണ്ടർ കറന്റ് മെക്കാനിസം നിങ്ങൾക്കറിയാം. ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് ലിവർ, ലങ്സ് ആൻഡ് സ്കിൻ ഇൻ എക്സ്ക്രീഷൻ, ഇത് ഞാൻ പറഞ്ഞു. മിക്ചുറേഷൻ ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി മാച്ച് ചെയ്യാം. ഓക്കെ, മോണോടെലിസം എന്തിൽ കാണും? ബോണി ഫിഷ്. ബോമാൻസ് ക്യാപ്സ്യൂൾ അതെന്താ? റീനൽ ടിബ്യൂൾ. മിക്ചുറേഷൻ യൂറിനറി ബ്ലാഡർ, അല്ലെ? യൂറിക്കോടെലിസം ബേർഡ്സ്, ADH വാട്ടർ റീഅബ്സോർപ്ഷൻ. പിന്നെ ഞാൻ നിങ്ങൾക്ക് പറയാൻ നെയിം ദ ഫോളോയിങ് പറഞ്ഞുതരാം, കാരണം ബാക്കിയെല്ലാം നിങ്ങൾക്ക് ടെക്സ്റ്റ് നോക്കി എഴുതാവുന്നേ ഉള്ളൂ. കോഡേറ്റ് അനിമൽ ഹാവിംഗ് ഫ്ലെയിം സെൽസ് ആസ് എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ്, അതെന്താ? അംഫിയോക്സിസ് അല്ലെങ്കിൽ സെഫാലോകോഡേറ്റ്. ഇനി കോർട്ടിക്കൽ പോർഷൻസ് പ്രൊജക്ടിങ് ബിറ്റ്വീൻ ദ മെഡുലറി പിരമിഡ്സ് ഇൻ ഹ്യൂമൻ കിഡ്നി, എന്താ? അതാണ് എന്താ കോളംസ് ഓഫ് ബെർട്ടിനി. ഇനി ലൂപ്പ് ഓഫ് കാപ്പിലറി റണ്ണിങ് പാരലൽ ടു ഹെൻലീസ് ലൂപ്പ്, അതെന്താ? വാസ റെക്ട. ഇനി fill in the gaps ആണ്. ascending limb of loop of Henle's dash to water, എന്താ? impermeable. പക്ഷെ descending limb of Henle എന്താ? permeable ആണ്. മനസ്സിലായല്ലോ? ഇനി reabsorption of water from distal parts of tubules is facilitated by ADH. Dialysis fluid contain all constituents as in plasma except എന്താ? nitrogen waste. പിന്നെ ഹെൽത്തി അഡൾട്ട് ഹ്യൂമൻ എത്ര ഗ്രാം യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യും? 25 to 30 gram. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഈസി ചാപ്റ്റർ ആണ്, മനസ്സിലാക്കി പഠിക്കാവുന്നേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.